വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഗോപി പുതുക്കോട്. കുറച്ചുകാലം മുമ്പാണ്. ഒഴിവു ദിനം സുഹൃത്തിൻ്റെ നാട്ടിൽ ചെലവഴിക്കാൻ പോയതാണ്. വൈകുന്നേരം നടക്കാനിറങ്ങി. ചെറിയൊരു കവല. ഞങ്ങൾ ഒരു ചായക്കടയിൽ കയറി. അവിടെ ഒരു പൊതുയോഗമുള്ള വിവരം അറിഞ്ഞു. ഒരു നേതാവ് പ്രസംഗിക്കാൻ വരുന്നുണ്ട്. അതല്ല വിശേഷം. തൊട്ടു തലേ ദിവസം അവിടെ അതേ പാർട്ടിയുടെ യോഗം നടന്നതാണ്. ചെറുപ്പക്കാരനായ പ്രാസംഗികന് പക്ഷേ പ്രസംഗം പൂർത്തിയാക്കാനായില്ല. നാട്ടുകാർ അനുവദിച്ചില്ല എന്നതാണ് സത്യം. അയാൾ തുടങ്ങിയതു തന്നെ എതിർ പാർട്ടിയെ പ്രകോപനപരമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ്. പ്രായമായ ചിലർ അപ്പോൾ തന്നെ തടഞ്ഞു. അവിടെ നടക്കുന്ന ഏത് യോഗത്തിനും കേൾവിക്കാരായി എത്തുന്നവരാണവർ. ആരുടെ പ്രസംഗമായാലും കേൾക്കുകയും ആസ്വദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാൻ മടിക്കാത്തവർ. അന്യരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രസംഗിക്കരുതെന്ന് അവർ തറപ്പിച്ചു പറഞ്ഞതോടെ യുവ പ്രാസംഗികന് നിർത്തേണ്ടി വന്നു. പാർട്ടി പ്രവർത്തകർക്ക് പ്രയാസമായി. മുൻ ദിവസങ്ങളിൽ അവർക്കെതിരെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാമുള്ള മറുപടി എന്ന നിലയിലാണ് ഈ യോഗം സംഘടിപ്പിച്ചത്. മറുപടി പറഞ്ഞില്ലെങ്കിൽ കുറച്ചിലാണ്. അവർ അപ്പോൾ തന്നെ യോഗം ചേർന്നു. മറ്റൊരു പ്രാസംഗികനെ പങ്കെടുപ്പിച്ച് അടുത്ത ദിവസം അതേ സ്ഥലത്ത് വീണ്ടും യോഗം നടത്താൻ തീരുമാനിച്ചു. ആ യോഗമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ധാരാളം ആളുകളുണ്ട്. പ്രായമായ നേതാവാണ് അതിഥിയായി വന്നിരിക്കുന്നത്. പേരുകേട്ട പ്രാസംഗികൻ. അദ്ദേഹം തലേ ദിവസത്തെ അനുഭവങ്ങൾ സരസമായി അനുസ്മരിക്കുകയാണ് ആദ്യം ചെയ്തത്. പ്രകോപനപരമായ പ്രസംഗത്തെ തുടക്കത്തിൽ തന്നെ വിലക്കിയ മുതിർന്നവരുടെ വിവേകത്തെ അഭിനന്ദിച്ചു. പിന്നെ ആനുകാലിക രാഷ്ട്രീയം വിശകലനം ചെയ്യാൻ തുടങ്ങി. അതോടെ ശ്രോതാക്കൾ ശ്രദ്ധാലുക്കളായി. അന്തസ്സുള്ള ഭാഷയിൽ അളന്നു മുറിച്ച വാക്യങ്ങളിൽ പ്രസംഗത്തിന് ചൂടുപിടിച്ചു. തൻ്റെ പാർട്ടിയുടെ നിലപാടുകൾ കൃത്യമായി അദ്ദേഹം വരച്ചിട്ടു. അതിനുശേഷം എതിർ പാർട്ടികളുടെ സമീപനങ്ങളെ വിമർശിക്കാൻ തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ അവരെയൊക്കെ നിലംപരിശാക്കുന്ന വിധത്തിലായിരുന്നു സംസാരം. വിമർശനത്തിൻ്റെ ഉത്തുംഗത്തിൽ നിന്നു തന്നെ എതിരാളികളെ വിമർശിച്ചു. ആരും ഒന്നും പറഞ്ഞില്ല. അത്ര അന്തസ്സുറ്റതായിരുന്നു ആ പ്രസംഗം. പ്രഭാഷണത്തിലൂടെ ആരെയും എന്തിനേയും വിമർശിക്കാം. വിമർശിക്കാൻ കൂടിയുള്ളതാണ് പ്രഭാഷണങ്ങൾ. പക്ഷേ അതിന് അതിൻ്റേതായ രീതിയുണ്ട്. ഈ വകതിരിവില്ലാത്തവരാണ് പ്രസംഗമണ്ഡപങ്ങളെ വിവാദമണ്ഡപങ്ങളാക്കുന്നത്. അസാമാന്യ പ്രാസംഗികരുടെ നീണ്ട നിര തന്നെ നമുക്ക് മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. വിദേശ ഭരണത്തെ കെട്ടുകെട്ടിച്ചതിൽ സ്വാതന്ത്ര്യസമര നേതാക്കളുടെ ഉജ്ജ്വല പ്രഭാഷണങ്ങൾ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണല്ലോ. ജനാധിപത്യ ഭരണക്രമം നിലവിൽ വന്നപ്പോൾ അതിലെ ശരികേടുകളെ തുറന്നു കാണിക്കാനും നിർഭയരായ നിരവധി പ്രാസംഗികരുണ്ടായി. പ്രസംഗത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടവർ, ജയിലിൽ അടയ്ക്കപ്പെട്ടവർ ഒട്ടേറെയാണ്. അതൊന്നും പക്ഷേ ഭാഷ മോശമായതുകൊണ്ടല്ല, മറിച്ച് വിമർശനത്തിലെ തീവ്രത കൊണ്ടാണ്. അവരാരും സദസ്സിൻ്റെ എതിർപ്പിനെ നേരിട്ടവരുമല്ല. മണിക്കൂറുകളോളം സംസാരിക്കുന്നവർ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പറയത്തക്ക വിനോദോപാധികളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ആൾക്കൂട്ടങ്ങളെ ആകർഷിച്ചു നിർത്താൻ എളുപ്പമായിരുന്നു. എന്നാൽ സാങ്കേതികവിദ്യ അസൂയാർഹമായ വിധം വികസിച്ചു കഴിഞ്ഞ സമകാലിക ലോകത്ത് വാക്സാമർഥ്യം കൊണ്ട് മാത്രം ആളുകളെ പിടിച്ചു നിർത്താനാവില്ല. ഈ കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ എതിരാളി മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നല്ലോ. അദ്ദേഹം സ്വമേധയാ പിൻവാങ്ങിയതല്ല. നിശ്ചിത സമയത്തിനകം ആശയപ്രകടനം നടത്തുന്നതിൽ പരാജയപ്പെട്ട അദ്ദേഹത്തെ അനുയായികൾ തന്നെ മാറ്റുകയായിരുന്നു. ആ സമൂഹം സമയത്തിന് നൽകുന്ന വില എത്രയാണെന്ന് ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിയുകയായിരുന്നു. എത്ര പറയുന്നു എന്നതല്ല, എന്തു പറയുന്നു എന്നതാണ് പ്രധാനം. 1863 പ്രസിദ്ധമായ ഗെറ്റിസ്ബർഗ് സമ്മേളനത്തിൽ 2 മണിക്കൂർ നേരമാണ് എഡ്വേർഡ് എവററ്റ് പ്രസംഗിച്ചത്. അതിനു പിറകെ പതിഞ്ഞ ശബ്ദത്തിൽ 10 വാക്യങ്ങൾ മാത്രം പറഞ്ഞ എബ്രഹാം ലിങ്കൺ പക്ഷേ പ്രാസംഗികരിലെ ചിരഞ്ജീവിയായി കീർത്തി നേടി. എവററ്റിൻ്റെ പ്രസംഗത്തിലെ ഒരു വാക്യവും ഇന്ന് ലഭ്യമല്ല. എന്നാൽ ലിങ്കൺ ജനാധിപത്യത്തിന് നൽകിയ നിർവചനം ഒരേ സമയം സംക്ഷിപ്തത കൊണ്ടും സമഗ്രത കൊണ്ടും ആരെയും വിസ്മയിപ്പിക്കുന്നു. ഇന്നും ഒരേ കാര്യം ആവർത്തിച്ചു പറയുന്നത് എന്തിനെന്ന ചോദ്യത്തിന് ഭഗവാൻ ബുദ്ധൻ്റെ മറുപടി ശ്രദ്ധേയമാണ്. നിങ്ങൾ സുഷുപ്തിയിലായതിനാൽ ഞാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് ആവർത്തിക്കപ്പെടേണ്ടതുണ്ട്. ചുറ്റിക കൊണ്ട് ആഞ്ഞടിക്കപ്പെടേണ്ടതുണ്ട്. ചില നിമിഷങ്ങളിൽ നിങ്ങൾ ജാഗ്രതയുടെ വളരെ വളരെ അടുത്തായിരിക്കും. നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കും. ആ നിമിഷത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ എപ്പോഴും. വാക്കുകളുടെ ധാരാളിത്തം താൽക്കാലിക സമ്പന്നതയ്ക്ക് സഹായിച്ചേക്കാം. ശ്രോതാവിൽ ആശയം സ്ഥായിയായി നിലനിൽക്കണമെങ്കിൽ അതിൽ കാമ്പുണ്ടാകണം. പറയപ്പെടുന്ന ഓരോ വാക്കിനും ഇത് ബാധകമാണ്. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ഗോപി പുതുക്കോട്.